സംസ്ഥാനത്ത് പുതിയൊരു റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് കേരളം. വരാൻ പോകുന്ന ബജറ്റിൽ, അതായത് ജൂൺ 19 അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കെ റെയിലിന് ബദൽ പുതിയ അതിവേഗ റെയിൽ പദ്ധതി അത് പ്രഖ്യാപിക്കപ്പെടുമോ? അതിനുള്ള പണം കണ്ടെത്തുമോ? സംസ്ഥാനത്ത് വയബിൾ ആകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇന്നലെ മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വിശദമായൊരു പദ്ധതി രൂപരേഖ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കെ റെയിൽ പദ്ധതിയുമായി വലിയ തരത്തിലുള്ള അന്തരമുണ്ട്. ചെലവ് കുറയും, പാരിസ്ഥിതിക ആഘാതം കുറവ്, ഇങ്ങനെ വലിയ അവകാശവാദങ്ങൾ ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ? കെ റെയിൽ വലിയ സമരം നയിച്ചവരാണ് UDFും ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിലുള്ളവരും. അത്തരം ആളുകൾ മറ്റൊരു ബദൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ? സംസ്ഥാനത്ത് ഇത്തരം വമ്പൻ പദ്ധതികൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന വാദമുന്നയിച്ചവരാണ് UDF. പുതിയൊരു ബദൽ പദ്ധതി മുന്നോട്ട് വയ്ക്കുമോ? അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? എന്താണ് ഈ രണ്ട് പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം? ഇക്കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും കേരളത്തിൽ പുതിയൊരു അതിവേഗ റെയിൽ പദ്ധതി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നമുക്ക് രണ്ട് പദ്ധതികളുടെയും താരതമ്യമാണ് ശ്രമിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പദ്ധതിയുടെ പേര് കെ റെയിൽ സിൽവർ ലൈൻ. കെ റെയിൽ നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയായിരുന്നു. അതിവേഗ സിൽവർ ലൈൻ പദ്ധതി എന്നതായിരുന്നു ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട മുൻ സർക്കാരിൻ്റെ പദ്ധതി. പുതിയ പ്രോജക്റ്റ് ഇതാണ്. ഇ ശ്രീധരൻ്റെ പ്രപ്പോസൽ ഗ്രീൻ റെയിൽ കോറിഡോറാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അതിന് നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് പുതിയൊരു ഏജൻസിയാണ്. അങ്ങനെ പ്രത്യേകതകൾ നിരവധിയുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായി നോക്കാം. ഇതിൽ ഈ പദ്ധതി, കെ റെയിലിൻ്റെ പദ്ധതി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായിരുന്നു. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്നായിരുന്നു പേര്. അതേസമയം ഇ ശ്രീധരൻ ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അതിന് പേരിടുന്നത് ഹൈസ്പീഡ്, അതല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് സ്പീഡ് കോറിഡോർ എന്നതാണ് അദ്ദേഹം ഇടുന്ന പേര്. മറ്റൊന്ന് ഇതിൻ്റെ പാതയാണ്. ആദ്യം കഴിഞ്ഞ LDF സർക്കാർ അവരുടെ കെ റെയിൽ പദ്ധതികളുടെ മുന്നോട്ട് വെച്ചിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഒരു പാത, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു പാത. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ചില ജില്ലകൾ വിട്ടുപോകുന്നുണ്ട്, നമുക്ക് വിശദമായി അതിലേക്ക് വരാം. എന്തായാലും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഏകദേശം നീളത്തിൽ നിൽക്കുന്ന ഭൂപ്രകൃതിയുള്ള നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുക എന്ന ആ ആവശ്യം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു. അതേസമയം ഇ ശ്രീധരൻ്റെ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ മാത്രമാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ഈ പാതയ്ക്ക് നീളമുണ്ടാവുന്നത്. അതായത് തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ, കൃത്യമായി പറഞ്ഞാൽ പൂജപ്പുര മുതൽ കണ്ണൂർ വരെ നീളുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ അത് പൂർണ്ണമായും അണ്ടർഗ്രൗണ്ട് പാസേജാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ഈ പുതിയ പ്രോജക്റ്റിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ഥലം പുതിയതായി നിർമ്മാണത്തിന് ശേഷം മറ്റാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ, അതായത് പൂജപ്പുര, നമുക്കറിയാം പൂജപ്പുര തിരുവനന്തപുരത്തിൻ്റെ ഒരു സൈഡിലാണ്. നഗരത്തിലൂടെ പൂർണ്ണമായും അണ്ടർഗ്രൗണ്ടിലൂടെ ഈ പാത കടന്നുപോയി അതിനുശേഷം അത് ഓവർഹെഡിലേക്ക് വന്ന് പിന്നീട് അങ്ങ് നീണ്ടുപോകുന്നു കണ്ണൂർ വരെ. ഇതായിരുന്നു ഈ പ്രോജക്റ്റ്. അപ്പോൾ കെ റെയിൽ പ്രോജക്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയെങ്കിൽ ഇത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് പുതിയ പ്രപ്പോസൽ. പക്ഷേ അത് കാസർഗോഡേക്ക് വേണമെങ്കിൽ നീട്ടാം എന്ന ഒരു പ്രപ്പോസൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, റെയിൽ കടന്നു പോവാത്ത ചില ജില്ലകളുണ്ട് പുതിയ പ്രോജക്റ്റിൽ. അതിൽ ഒന്ന് വയനാടാണ്, മറ്റൊന്ന് ഇടുക്കിയുടെ മേഖലകളാണ്, മറ്റൊന്ന് പാലക്കാട് ജില്ലയാണ്. ഈ സ്ഥലങ്ങളിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, തൃശ്ശൂരാണ്, ഈ ജില്ലകളെയൊക്കെ ബന്ധിപ്പിക്കാവുന്ന ഒരു സെക്കൻഡ് പ്രോജക്റ്റ് കൂടിയുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ നിന്നും അത് പിന്നീട് പാറശാലയിലേക്ക് നീട്ടുക എന്നൊരു മറ്റൊരു പദ്ധതിയുമുണ്ട്. ഇതൊക്കെ പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഒപ്പം ദൂരം നോക്കാം. ആദ്യം കെ റെയിലിൻ്റെ സ്പീഡ് ദൂരം 529 കിലോമീറ്റർ ലൈനാണ് പറഞ്ഞിരുന്നത്. കാരണം അത് കാസർഗോഡ് വരെ ചെല്ലണം. അതേസമയം ഇത് 465 കിലോമീറ്ററാണ്. ഇ ശ്രീധരൻ്റെ പദ്ധതി DPR അങ്ങനെയാണ്, 465 കിലോമീറ്ററാണ്. പരമാവധി എടുക്കാവുന്ന വേഗത, ട്രെയിന് പരമാവധി പോകാവുന്ന വേഗത 200 km/h ആയിരുന്നു. ഇവിടെയും പുതിയ പ്രോജക്റ്റിലും 200 കിലോമീറ്റർ തന്നെയാണ് വേഗത ഏറെക്കുറെ സെയിമാണ്. ഇനി പ്രവർത്തന വേഗത എന്നൊരു മറ്റൊരു ഘട്ടമുണ്ട്. കാരണം 200 കിലോമീറ്റർ പരമാവധി വേഗമാണ്. പ്രവർത്തന വേഗത, പോകാൻ സാധ്യതയുള്ള വേഗത, അത് 160 മുതൽ 180 കിലോമീറ്ററാണ്. കെ റെയിലിലേക്ക് വരുമ്പോൾ ഇവിടെ അത് 180 കിലോമീറ്റർ എന്നതാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇ ശ്രീധരൻ്റെ പ്രോജക്റ്റ്. ഇനി യാത്രാ സമയം നോക്കാം. യാത്രാ സമയം ഏകദേശം 4 മണിക്കൂറാണ് കെ റെയിൽ പ്രോജക്റ്റിൽ വരുന്നതെങ്കിൽ ഇവിടെ അത് 3 മണിക്കൂർ 20 മിനിറ്റാണ്. അത് പക്ഷേ യാത്രാ സമയം ഏറെക്കുറെ സെയിം ആയിരിക്കും. കാരണം
ഇവിടെ ഒരു ജില്ല കുറവാണ്, അതുകൊണ്ടാണ് സമയം കുറയുന്നതിൻ്റെ കാരണം. ഇനി നിർദ്ദിഷ്ട ചെലവ് എത്ര വരുന്നു എന്ന് നോക്കാം. നിർദ്ദിഷ്ട ചെലവിലേക്ക് വരുമ്പോൾ കേരളിൻ്റെ പ്രപ്പോസൽ ഇങ്ങനെയായിരുന്നു: 63,000 കോടി മുതൽ 64,000 കോടി ഇതിനുള്ളിൽ ചെലവ് തീരുമെന്നതായിരുന്നു ആ DPR, കേരള DPR. അതേസമയം ശ്രീധരൻ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് പ്രകാരം 54,000 കോടിയിൽ ചെലവ് ഒതുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശം വരേണ്ടതാണ്. 54,000 ചെലവ് കുറയ്ക്കാൻ കഴിയും. ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ അളവ് കുറവാണ്, അതാണ് ചെലവ് കുറയുന്നതിൻ്റെ പ്രധാനമായി കാരണമായി ശ്രീധരൻ അവകാശപ്പെടുന്നത്. എന്തായാലും അത് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും പുതിയ പ്രോജക്റ്റിൽ ചെലവ് കുറവാണ് കേരളിനേക്കാൾ എന്നതാണ് ശ്രീധരൻ്റെ പ്രപ്പോസൽ. മറ്റൊന്ന് സ്റ്റേഷനുകളാണ്. കേരളയിൽ പ്രപ്പോസ് ചെയ്തിരുന്നത് 11 സ്റ്റേഷനുകളാണ്, 11 പ്രധാനപ്പെട്ട സ്റ്റേഷനുകളാണ് അവർ പ്രപ്പോസ് ചെയ്തിരുന്നത്. പക്ഷേ അത് 20 അല്ലെങ്കിൽ 23 സ്റ്റേഷനുകളായി ശ്രീധരൻ്റെ പ്രോജക്റ്റിൽ മാറുന്നുണ്ട് എന്നതാണ് സാഹചര്യം. 20 അല്ലെങ്കിൽ 23 സ്റ്റേഷനുകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. അതായത് കൂടുതൽ ഇടങ്ങളിൽ പറ്റും. ഒരു ജില്ലയിൽ തന്നെ 2ഓ അതിലധികമോ സ്റ്റേഷനുകൾ വരുന്ന ചില ജില്ലകളുണ്ട്. അങ്ങനെയുള്ള ചില മൈന്യൂട്ട് പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടുതലാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ കൂടുതലായി വേണ്ടി വരും കേരളയിൽ എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം താരതമ്യേന കുറവ് മതി ഈ പ്രോജക്റ്റിൽ എന്നതാണ് ശ്രീധരൻ്റെ അവകാശവാദം എന്നതാണ് സാഹചര്യം. ശ്രീധരൻ അവകാശപ്പെടുന്നത് ഇത് താരതമ്യേന ഏറ്റവും കുറവ് മതി ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എന്തായാലും അത് ഏത് രീതിയിലാണ് അത് തെളിയിക്കപ്പെടുക എന്നത് കൂടി വ്യക്തമാവേണ്ട കാര്യമാണ്. നമുക്ക് ഈ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി നോക്കാം. അതിലേക്ക് വരുമ്പോൾ അതായത് ഈ കേരള പ്രോജക്റ്റിൽ പാതയുടെ സ്വഭാവം നോക്കാം. അത് നിലത്തും ഉയർന്ന പാതയുമായിട്ടായിരിക്കും കടന്നു പോവുക എന്നാണ് കേരളയിൽ പ്രപ്പോസ് ചെയ്തിരുന്നത്. അതേസമയം ശ്രീധരൻ്റെ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അത് എലവേറ്റഡ് പാതയാണ്. എലവേറ്റഡ് വയഡക്റ്റ് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ അത് അണ്ടർഗ്രൗണ്ട് ഈ ഫോർമാറ്റാണ്. അതായത് ഭൂഗർഭ പാതകളും ഉയർന്ന തൂണുകളിലുള്ള പാതകളുമാണ് ശ്രീധരൻ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഏറെക്കുറെ ഉയർന്ന പാത, നിലത്തൂടെ ഉള്ള ഉയർന്ന പാത, ചിലയിടങ്ങളിൽ ഉയരപ്പാതകളും ചിലയിടങ്ങളിൽ അത് സമാന്തരമായ ഭൂമിയിലുള്ള പാതയുമായിരുന്നു കേരള പ്രപ്പോസൽ. ഇനി വിമാനത്താവളങ്ങളെ എത്ര കണ്ട് 2 പ്രോജക്റ്റുകളും ബന്ധിപ്പിക്കുന്നു എന്ന് നോക്കാം. വിമാനത്താവളങ്ങളിൽ പരിമിതമായ ബന്ധമാണ് പഴയ കേരള പ്രോജക്റ്റിനുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നെടുമ്പാശ്ശേരിയിലാണ് ആകെപ്പാടെ ഒരു കേരളത്തിന് ഒരു സ്റ്റേഷൻ, ആ രീതിയിൽ ഒരു ഡൈവേർഷൻ വരുന്നത്. അതേസമയം പുതിയ പ്രപ്പോസൽ പ്രകാരം കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൂടെ ഇത് കടന്നു പോകും. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഇതിന് ബന്ധിക്കലുണ്ട് എന്നതാണ് ശ്രീധരൻ്റെ പ്രോജക്റ്റിൽ അവകാശപ്പെടുന്നത്. ഇനി നിർവഹണ ഏജൻസി, ഈ പ്രോജക്റ്റ് ഇത് നിർവഹിക്കപ്പെടുന്ന ഏജൻസി കേരളയിലാണ്. സിൽവർ ലൈൻ പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടിയിരുന്നത് കേരളയിലാണ്. ഇവിടെ വരുമ്പോൾ ഒരു പുതിയ പദ്ധതി ഇതാണ്. അതായത് കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ എന്നൊരു പുതിയൊരു കമ്പനി രൂപീകരിക്കണം. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനൊക്കെ പോലെ പുതിയൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയായിരിക്കും ഈ പ്രോജക്റ്റ് നടത്തേണ്ടത് എന്നതാണ് ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന വാദം. മറ്റൊന്ന്, ഈ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വേഗതയേറിയ ഒരു സംസ്ഥാന റെയിൽ ബന്ധം എന്നതാണ്. സംസ്ഥാനത്ത് നിലവിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ജില്ലകളിലേക്ക് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ വേഗതയുള്ള റെയിൽ ബന്ധം എന്നായിരുന്നു കേരളത്തിൻ്റെ അവകാശവാദം. ഇവിടെ കുറഞ്ഞ ഭൂമി ഏറ്റെടുക്കലോടെ വേഗതയേറിയ ഒരു ഗ്രീൻ കോറിഡോർ, ഇതാണ് പ്രധാനമായി ഉണ്ടാക്കുന്നൊരു വാദം. കുറഞ്ഞ ഭൂമി മതി, അപ്പോൾ ഒരു ഗ്രീൻ കോറിഡോറാണ്. കാരണം ഗ്രീൻ കോറിഡോർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇത് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല വേണ്ടി വന്നാൽ ഈ സ്വന്തമായി ഉൽപ്പാദിക്കപ്പെടുന്ന ആ സോളാർ എനർജി വേണ്ടി വന്നാൽ KSEBിക്ക് വിൽപ്പന നടത്താൻ പോലുള്ള ശേഷി ഉണ്ടാകുമെന്നതാണ് ശ്രീധരൻ ഈ പ്രപ്പോസലിൽ അവകാശപ്പെടുന്നത്. മറ്റൊന്ന്, ഈ പദ്ധതികൾ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അതൊന്നും നോക്കാം. പ്രധാനപ്പെട്ട വിമർശനം നോക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ കൂടുതൽ വേണ്ടിവരും, പരിസ്ഥിതി ആശങ്ക. ഇതാണ് കേരളയിൽ സിൽവർ ലൈൻ പ്രോജക്റ്റിലുണ്ടായ ഒരു ആശങ്കപ്പെടുന്ന കാര്യം. അതേസമയം ഇവിടെ വരുമ്പോൾ സാമ്പത്തിക പ്രായോഗികത ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കേരളയിലും അതുണ്ടായിരുന്നു, ഇവിടെയും സാമ്പത്തിക പ്രായോഗികത. കേരളം പോലെയുള്ള കൊച്ചു സ്റ്റേറ്റിന് ഇത്ര വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതാണ്. അതിന് ബദലായ ചില കാര്യങ്ങളൊക്കെ അവകാശപ്പെടുന്നുണ്ട്. കാരണം ഒരു 59-49 അനുപാതത്തിൽ ഒരു വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പണം മുടക്കുന്നു. ബാക്കി പണം കണ്ടെത്തേണ്ടത് ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തണം. മറ്റ് ലോണുകളിലേക്ക് പോകരുത്, പകരം ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി മറ്റ് നിക്ഷേപകരെ കൊണ്ടുവരണം എന്നതാണ് ഈ പ്രോജക്റ്റിൽ പറയുന്നത്. അതാണ് ഈ പ്രോജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയായി അവകാശപ്പെടുന്നത്. ഇതാണ്
കെ റെയിൽ ഒപ്പം തന്നെ ഈ ഗ്രീൻ റെയിൽ കോറിഡോർ പദ്ധതികളെ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യുമ്പോഴുള്ള അവസ്ഥ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രോജക്റ്റ് അതേപടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ, അതല്ല ചില മാറ്റങ്ങൾ കൊണ്ടുവരുമോ, അതല്ല ഇനി ഈ പ്രോജക്റ്റ് തൽക്കാലം മാറ്റിവെക്കുമോ? ഏത് സർക്കാരിനും അവരുടെ ഒരു പ്രധാനപ്പെട്ട അഭിമാന പ്രശ്നമാണ് ഒരു ബിഗ് പ്രോജക്റ്റ് എന്നത്. കേരയിൽ സിൽവർ ലൈനാണ് ഇടതുമുന്നണി അവരുടെ ബിഗ് പ്രോജക്റ്റായി മുന്നിൽ കണ്ടിരുന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ബിഗ് പ്രോജക്റ്റ്. വിഴിഞ്ഞം പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ തുടക്കക്കാർ UDF സർക്കാരായിരുന്നു എന്നതുകൂടിയുണ്ട്. അപ്പോൾ ആ ബിഗ് പ്രോജക്റ്റ് ഇത്തവണത്തെ UDFിൻ്റെയും മനസ്സിലുണ്ടാവാം. ആ ബിഗ് പ്രോജക്റ്റ് ഒരുപക്ഷെ ഇതായേക്കാം. നമുക്കറിയാം, കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ പ്രായോഗിക സംശയമുണ്ടായിരുന്നു ആദ്യം. പക്ഷേ വന്ദേ ഭാരതിൽ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനുള്ള വലിയ തിരക്കാണ്. കേരളത്തിൽ അത് നല്ല സൂപ്പറായി റൺ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സാഹചര്യം. അപ്പോൾ ഇത്തരമൊരു അതിവേഗ പാത സ്വന്തമായി ഉണ്ടാവുന്ന സംസ്ഥാനമായാൽ അത് കൂടുതൽ സാധ്യതയുണ്ടാക്കും. കേരളത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരമുണ്ടാക്കുമെന്നത് ആണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ബിഗ് പ്രോജക്റ്റ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. UDFിനെ കുഴയ്ക്കുന്ന UDFിന് മുന്നിലുണ്ടാകുന്ന പരിമിതികൾ നിരവധിയുണ്ട്. കാരണം മുമ്പ് ഇത്തരമൊരു ബിഗ് പ്രോജക്റ്റിനെ എതിർത്തതാണ്. അപ്പോൾ സമാന്തരമായി മാറ്റങ്ങൾ വരുത്തിയ ഒരു പദ്ധതിയാണെങ്കിൽ പോലും അവതരിക്കപ്പെടുമ്പോൾ അത് എത്ര കണ്ട് വിശദീകരിക്കപ്പെടുമെന്ന ചോദ്യമുണ്ട്. വീണ്ടും സംസ്ഥാനത്തൊരു സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ചെറുതെങ്കിലും വേണ്ടി വന്നാൽ പോലും അതുണ്ടാക്കാവുന്ന സമര സാഹചര്യങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, പണം എവിടെ നിന്ന് കണ്ടെത്തും, നിർമ്മാണ സാമഗ്രികൾ എവിടെ നിന്ന് കണ്ടെത്തും, ഇങ്ങനെ കുഴയ്ക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ബജറ്റിലെ ആകർഷണങ്ങളിലൊന്നായി ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് മാറിയേക്കാം. ഇന്നലെ ഈ ശ്രീധരൻ്റെ ഈ പ്രോജക്റ്റ് ഗൗരവമായി തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗൗരവമായി തന്നെ ഇത് സംബന്ധിച്ച പ്രൊജക്റ്റ് പരിഗണിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന ബജറ്റിൽ ഇത് ഉൾപ്പെട്ടാലും അത്ഭുതമില്ല. കാത്തിരിക്കാം എന്താണ് കേരളത്തിൻ്റെ റെയിൽ അല്ലെങ്കിൽ ദീർഘദൂര ട്രെയിൻ സ്വപ്നങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാരും ചിന്തിക്കുമോ, കാത്തിരിക്കാം ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുമോ എന്ന്.